ഒക്ടോബർ 7 ഹമാസ് മിന്നലാക്രമണം ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനികവും രാഷ്ട്രീയവുമായ തിരിച്ചടികളിലൊന്നായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. 1.5 വർഷത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിലും സ്വന്തം പൗരന്മാരെ സ്വന്തം കരുത്തുകൊണ്ട് ഹമാസ് പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നെതന്യാഹുവിനും സംഘത്തിനുമായിരുന്നില്ല. ഇതിനു പുറമെയാണ് ഗസ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ട 1000-ഓളം വരുന്ന സൈനികരും ഹിസ്ബുല്ലയിൽ നിന്നും ഇറാനിൽ നിന്നും ഏറ്റ തിരിച്ചടികളും. ടെലവീവിലെ അതീവ സുരക്ഷാ മേഖലകളിലുള്ള സൈനിക താവളങ്ങളും മൊസാദ് ആസ്ഥാനം പോലും ആക്രമിക്കപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് വലിയ നാണക്കേടും ഞെട്ടലുമായി ഇത്. എന്നാൽ ഹമാസ് ആക്രമണം ഇസ്രായേലി പൗരന്മാരിൽ ഉണ്ടാക്കിയ മാനസിക പ്രശ്നങ്ങളുടെ കണക്കുകൾ ഇതിലും ഭീകരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 1 വർഷവും 3 മാസവും പിന്നിട്ടിട്ടും 2023 ഒക്ടോബർ 7 ഓർമ്മകൾ ഇപ്പോഴും ഇസ്രായേലികളെ വിടാതെ പിന്തുടരുകയും വേട്ടയാടുകയുമാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർത്തുന്ന പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണത്. ഇസ്രായേൽ സ്റ്റേറ്റ് കൺട്രോളർ മതന്യാഹു എങ്കൽമാൻ തയ്യാറാക്കിയ രാജ്യത്തെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രായപൂർത്തി കടന്ന ഇസ്രായേൽ പൗരന്മാരിൽ 30 ലക്ഷത്തോളം പേർ ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്നുള്ള മാനസിക വ്യഥകളിലൂടെയും വിഷാദങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നതെന്നാണ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത്. അതായത് ഇസ്രായേൽ ജനസംഖ്യയുടെ 30.73% പേരെയും സംഭവം മാനസികമായി പിടിച്ചുലച്ചു എന്ന്. വിഷാദം, മാനസിക പിരിമുറുക്കങ്ങൾ, ദുരന്താനുഭവങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് മിക്കവരും നേരിടുന്നത്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടിലെ പ്രസക്ത വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപ് തന്നെ തകർന്നു കിടക്കുകയായിരുന്ന ഇസ്രായേലിലെ മാനസികാരോഗ്യ സംവിധാനം ഒക്ടോബർ 7 ശേഷം പറ്റെ താറുമാറാകുകയാണ് ഉണ്ടായതെന്ന് മതന്യാഹു എങ്കൽമാൻ കുറ്റപ്പെടുത്തി. സംഭവം നടന്ന് 1/2 വർഷം പിന്നിടുമ്പോഴും ജനസംഖ്യയുടെ 0.6% പേർക്ക് മാത്രമായിരുന്നത്രേ ഇസ്രായേൽ ഭരണകൂടം ഫണ്ട് ചെയ്യുന്ന ഹെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മാനസികാരോഗ്യ ചികിത്സ ലഭിച്ചത്. ജനസംഖ്യയുടെ 38% പേരും ആക്രമണത്തിന് നടുക്കം ബാധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടും സ്ഥിതി ഇതുതന്നെയായിരുന്നു. ഹമാസ് ആക്രമണം നടന്ന് 1 മാസം പിന്നിടുമ്പോൾ തന്നെ രാജ്യത്തെ മെന്റൽ ഹെൽത്ത് കെയർ സംവിധാനം തകർന്നു കിടക്കുകയാണെന്ന് താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും എങ്കൽമാൻ പറയുന്നു. എന്നാൽ പ്രശ്നങ്ങൾക്കൊന്നും ഇനിയും പരിഹാരം കണ്ടിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. PTSD ലക്ഷണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടവർ 5,80,000-ഓളം പേരാണ്. ഗുരുതരാവസ്ഥയിലുള്ളവരാണ് ഇത്രയും പേർ. ചുരുങ്ങിയത് 9 ലക്ഷത്തോളം പേർ ഭാവിയിൽ മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ ആവശ്യമുള്ളവരായി വരുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നുണ്ട്. യുദ്ധത്തിനു ശേഷം സർവേ കാലയളവ് വരെ വെറും 1% പേർക്ക് മാത്രമാണ് ആരോഗ്യ വകുപ്പിന് കീഴിൽ ചികിത്സ ലഭിച്ചത്. രാജ്യത്തെ മെന്റൽ ഹെൽത്ത് കെയർ സംവിധാനത്തിലെ പ്രതിസന്ധി 2023 നവംബർ ആദ്യവാരം ഒക്ടോബർ ആക്രമണം നടന്ന് 1 മാസം പിന്നിടുമ്പോൾ തന്നെ സ്റ്റേറ്റ് കൺട്രോളറായ എങ്കൽമാൻ നെതന്യാഹുവിന്റെ മുൻപിൽ വിശദമായി അവതരിപ്പിച്ചിരുന്നു. വടക്കൻ ദക്ഷിണ ഇസ്രായേലിലെ സംഘർഷ മേഖലകളിൽ നേരിട്ട് സന്ദർശിച്ച ശേഷമായിരുന്നു റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇതിനുശേഷം 2024 ഏപ്രിലാണ് വിശദമായ സർവേ നടത്തിയത്. യുദ്ധത്തിന് മുന്നോടിയായി മാനസികാരോഗ്യ സംവിധാനത്തിന് വേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങൾ കൃത്യമായി ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ആരോഗ്യമന്ത്രി യൂറിഗോൽ ബൂസോയ്ക്കും മന്ത്രാലയം ഡയറക്ടർ ജനറൽ മോഷെ ബാർ സിമന്റോവിനും വീഴ്ച സംഭവിച്ചെന്നും എങ്കൽമാൻ പറയുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷം ആയിരക്കണക്കിന് ഇസ്രായേലികളെ പലയിടങ്ങളിലേക്കായി മാറ്റിയിരുന്നു. എന്നാൽ ഇവരുടെ മാനസികാരോഗ്യ പരിചരണത്തിനായി ഒരു നടപടിയും ഉണ്ടായില്ല. കൃത്യമായ ആസൂത്രണമോ പ്രവർത്തന പദ്ധതിയോ ഒന്നുമില്ലാതെയായിരുന്നു ആരോഗ്യരംഗം പ്രവർത്തിച്ചതെന്നും എങ്കൽമാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്.